ദേവീസിന്റെ പറഞ്ഞുകൊണ്ട് തന്നെ അവർ 2 ദിവസം കടലിൽ പോയി കഷ്ടപ്പെട്ട് ചുറ്റുന്ന പടമാണ്. കാരണം എക്സ്പീരിയൻസ് ചെയ്ത പടമാണ്. ഓണം തൂക്കി ഓണം ഇടിയൊക്കെ ഉണ്ടായിരുന്നു ബഞ്ചിടിയാണ് കൂടെ ഇരുന്ന് കണ്ടിട്ട്. ആ എങ്ങനെ ഉണ്ടായിരുന്നു? പബ്ലിക്കിൻ്റെ റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു? ആ ആ പിന്നെ ഈ പെപ്പയുടെ ആക്ഷൻസ് ഒക്കെ എങ്ങനെ? അടിപൊളിയാണ്. സെൻറ്റിമെൻറ്റ്സ് കണക്റ്റ് ആയിട്ടുണ്ടോ? ആ ആ ആ അത് ചോദിച്ചു. അല്ല സ്ക്രീനിൽ കണ്ടപ്പോൾ കണക്റ്റ് ആയിട്ടുള്ളത് തോന്നിയോ? ഓക്കെയാണ്. ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സെറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? കടലിൽ വെച്ചല്ലായിരുന്നു ഷൂട്ടിംഗ്? ലിങ്ക് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? അതിൽ ഓണത്തിന് ഹീറ്റ് അടിക്കുമോ? ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കണക്ട് ആവുമ്പോൾ കൂടുമ്പോൾ കുറയുമ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് കറക്റ്റായി പറയുന്നു. തന്നെ നമ്മളെ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾക്കെന്താ ഞാൻ പ്രത്യേകിച്ച് ആഘോഷിക്കും. അപകടങ്ങളും തോക്കട്ടെ അല്ലേ? തീ ബാധിച്ചു ഭയങ്കര പൊളിപ്പനായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആളുടെ പെർഫോമൻസ് കാണുന്ന സമയത്ത് ഭയങ്കര ഇതായിരുന്നു. സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കണ്ടില്ലേ? ടൈറ്റിൽ വന്ന് വെച്ചില്ലേ പെപ്പയുടെ അഭിനയത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ വന്നപ്പോൾ ഞാൻ ദൂരത്ത് കണ്ടായിരുന്നു. ആള് പുള്ളി അടിപൊളിയായിരുന്നു. വളരെ കുറച്ച് ദിവസങ്ങളെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. എങ്കിലും ഭയങ്കര കടലിന്റെ പശ്ചാത്തലത്തിലുള്ള സിനിമകൾ റയറായിട്ടാണ് ഒരു ഫീലൊക്കെ കിട്ടിയതാണോ തോന്നുന്നു എക്സിലൂടെ ഇരുന്ന് കാണുമ്പോൾ? നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടേ വർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഓക്കെ കൃത്യമായിട്ടുള്ള ജഡ്ജ്മെന്റ് കിട്ടും. നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയുമ്പോൾ ഞാൻ നമ്മുടെ കൂടെ ഇരുന്നത് നമ്മുടെ കൂടെ വന്ന ഫ്രണ്ട്സിനെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഇത് കിട്ടുന്നു. കഴിഞ്ഞ ഓണത്തിന് RDX ആയിരുന്നു ഓണം നോക്കിയത്. ഈ ഓണത്തിന് കൊണ്ടുവരാൻ സന്തോഷം.